ഗുരുവായൂരപ്പനെ സ്വന്താക്കാൻ അനവധി മാർഗങ്ങളുണ്ട്, രാജയോഗവും കർമ്മയോഗവും ഒക്കെ. പക്ഷെ മേൽപ്പത്തൂര് പറയും ഭക്തിയോഗത്തിൻ്റെ ഒരു സുഖം അതിനൊന്നും കിട്ടില്ല എന്നാ. എന്താ കാരണം എന്നല്ലേ? നമ്മളൊരു വൈദ്യനെ കാണാൻ ചെന്ന് നോക്കിയാ അദ്ദേഹം വലിയൊരു കുറിപ്പടി വന്നിട്ടുണ്ട്, അനവധി മരുന്നുകൾ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുക നമുക്ക്. അതിങ്ങനെ വായിച്ചപ്പോ പാൽപ്പായസം, പഞ്ചാര പായസം, പഴപ്രഥമൻ, അടപ്രഥമൻ, ചക്കപ്രഥമൻ, കടും പായസം, ശർക്കര പായസം, ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ഐസ്ക്രീം കഴിച്ചോളൂ കേട്ടോ, ശർക്കര പുരട്ടി എൻ്റെ കൂടെ തരാം, മെമ്പൊടിയായിട്ട് അതും കഴിക്കാം, ഒക്കെ ഇവിടുന്ന് ഉണ്ടാക്കി തരാൻ പറ്റി, ഇങ്ങനെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ എന്തൊരു സുഖ. അതുപോലെയാണ് ഭക്തി യോഗം. ത്വൽഭക്തിസ്തു കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി. എന്തൊരു ആനന്ദ അത്! ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പറയുക, അതിങ്ങനെ കേൾക്കുക, ഭഗവാന്റെ കഥകളെ നൃത്തമായിട്ട് ചെയ്യുക, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക, അങ്ങനെ ആനന്ദത്തിന്റെ ഉന്മാദത്തിൽ ഇങ്ങനെ നൃത്തം ചെയ്ത് ഇങ്ങനെ നടക്കുക. അത് തന്നെ ഭക്തിയുടെ ഭാവമാണ്. മാർഗവും ലക്ഷ്യവും ഭക്തി തന്നെയാണ് എന്നാ. ആ ഭക്തി നമുക്കുണ്ടാവും ചാൽ വേറൊന്നും വേണ്ട. പൊന്നു ഗുരുവായൂരപ്പനോട് എന്തെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ അതൊന്നേ ഉള്ളൂ, കണ്ണാ അവിടുത്തെ തൃപാദങ്ങളിൽ അടിയുറച്ചതായ ഭക്തി അടിയങ്ങൾക്ക് തരണേ എന്ന്. കൃഷ്ണ ഗുരുവായൂരപ്പ.